ശോഭ സുരേന്ദ്രന് ജമാഅത്തെ ഇസ്ലാമിയുടെ വക്കീൽ നോട്ടീസ്. ശ്രീനിവാസൻ വധക്കേസിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പങ്കെന്ന പരാമർശത്തിൽ പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന് ജമാഅത്തെ ഇസ്ലാമിയുടെ വക്കീൽ നോട്ടീസ്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നും ശ്രീനിവാസൻ വധക്കേസിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പങ്കുണ്ടെന്നുമുള്ള ശോഭ സുരേന്ദ്രന്റെ പരാമർശത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചത്. വോട്ടിന് പണം നൽകിയ വാർത്തയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ച് വോട്ട് നേടാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ശോഭ സുരേന്ദ്രൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് നോട്ടീസിൽ പറയുന്നു. പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് അഡ്വക്കേറ്റ് അമീൻ ഹസൻ മുഖേന ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കാട്ടൂർ അയച്ച നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പീഡനക്കേസിൽ അഭിഭാഷകനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. മലപ്പുറം നിലമ്പൂർ സ്വദേശി KY റാഹിബിനെതിരെയാണ് നടപടി. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിക്കൽ, തെളിവ് നശിപ്പിക്കൽ, ഭവനഭേദനം, മോഷണം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. തന്നെ ആക്രമിക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും ചെയ്തുവെന്നാരോപിച്ച് പ്രതി നൽകിയ പരാതി വ്യാജമാണെന്നും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. പരാതിക്കാരിയെയും മറ്റു 2 പേരെയും ഉൾപ്പെടുത്തി വ്യാജക്കേസ് നൽകിയതാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. പരാതിക്കാരിക്കെതിരായ കേസ് അവസാനിപ്പിക്കണമെന്നും പോലീസ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. ശബരി റെയിൽപാത ഭൂമി ഏറ്റെടുക്കൽ. ഗതാഗത വകുപ്പിന് റെയിൽവേയുടെ കത്ത്. അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കാൻ ഓഫീസുകൾ സ്ഥാപിക്കുന്നതിനുള്ള ചെലവ് സംസ്ഥാനം വഹിക്കണമെന്ന് റെയിൽവേ. ഇക്കാര്യം ആവശ്യപ്പെട്ട് ദക്ഷിണ റെയിൽവേ ഗതാഗത വകുപ്പിന് കത്തയച്ചു. അങ്കമാലി എരുമേലി ശബരി റെയിൽപാത നിർമ്മാണത്തിന്റെ ഭൂമി ഏറ്റെടുക്കലിന് കേരളം ഭരണാനുമതി നൽകുകയും എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ സ്ഥലം ഏറ്റെടുപ്പിന് അനുമതി നൽകിയും ഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഓഫീസ് സ്ഥാപിക്കാനുള്ള ചെലവ് സർക്കാർ വിഹിതത്തിൽ ഉൾപ്പെടുത്താൻ റെയിൽവേ നിർദ്ദേശിച്ചിരിക്കുന്നത്. ജഡ്ജി ഹണി M വർഗീസിനെ ഹൈക്കോടതി ജഡ്ജിയാക്കാൻ കൊളീജിയത്തിന്റെ ശുപാർശ. ഹണി M വർഗീസ് ഉൾപ്പെടെ 5 പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിമാരെ ഹൈക്കോടതി ജഡ്ജിമാരാക്കാനാണ് ഹൈക്കോടതി കൊളീജിയത്തിന്റെ ശുപാർശ. ശുപാർശയിൽ സുപ്രീം കോടതി കൊളീജിയം തീരുമാനമെടുക്കും. കൊളീജിയം ശുപാർശ കേന്ദ്ര നിയമ മന്ത്രാലയത്തിന് നൽകും. അത് രാഷ്ട്രപതിക്ക് കൈമാറും. രാഷ്ട്രപതി അന്തിമ തീരുമാനം കൈക്കൊള്ളും. സീനിയോറിറ്റി അടിസ്ഥാനത്തിലാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. നിലവിൽ ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് ഹണി M വർഗീസ്. സംസ്ഥാനത്തെ കൃഷിവകുപ്പിലെ കരാർ ജീവനക്കാർക്ക് 4 മാസമായി ശമ്പളമില്ല. സംസ്ഥാനത്തെ കൃഷിവകുപ്പിൽ ആത്മാ പദ്ധതിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ജില്ലാ ടെക്നോളജി മാനേജർമാർ ഉൾപ്പെടെയുള്ള കരാർ ജീവനക്കാർക്ക് കഴിഞ്ഞ 4 മാസമായി ശമ്പളം ലഭിക്കുന്നില്ല. ധനം വകുപ്പ് ഫണ്ട് ലഭിക്കാത്തതാണ് ഈ കടുത്ത പ്രതിസന്ധിക്ക് കാരണമെന്ന് ജീവനക്കാർ പറയുന്നു. കഴിഞ്ഞ നവംബർ മാസം വരെയുള്ള ശമ്പളം മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള 4 മാസത്തെ ശമ്പളം ഇപ്പോഴും കുടിശ്ശികയാണ്. ആത്മയ്ക്ക് കീഴിലുള്ളവരും സപ്പോർട്ട് ലീഡ് സ്കീമിൽ ഉൾപ്പെട്ടവരുമായ സംസ്ഥാനത്തെ 150ഓളം ജീവനക്കാരാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്. ശമ്പളം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട കൃഷി ഡയറക്ടർക്ക് കത്ത് നൽകിയെങ്കിലും ഇതിൽ കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല.